ചെമ്പുപാളി ആണ് വാതിലാണ് താൻ അവിടെ നിന്ന് കൊണ്ടുപോയത് എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നുണ്ട്. അവിടുത്തെ മകസിൽ അത് എഴുതിയിട്ടുണ്ടെന്ന്. ആ വിജിലൻസ് മുമ്പിൽ പറഞ്ഞോളാം, കോടതിയിലും പറഞ്ഞോളാം, എവിടെ വേണേലും പറയാം, എത്ര പ്രാവശ്യം. കാരണം ഞാൻ കൊണ്ടുപോയത് ചെമ്പാണ്. വിജയമല്യ 42.5 കിലോ അല്ലെങ്കിൽ 43 കിലോ അടുത്ത് അവിടെ സ്വർണം പൂശിയപ്പോഴും അവിടെ സ്വർണം പൊതിഞ്ഞപ്പോഴും അവിടെ തന്നെ ആയിരുന്നാണ് പണിതത്. പിന്നെ എന്തിനാണ് ഈ സാധനമെല്ലാം വെളിയിലോട്ട് പോകുന്നത്? ചെമ്പുപാളി ആണ് വാതിലാണ് താൻ അവിടെ നിന്ന് കൊണ്ടുപോയത് എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നുണ്ട്. അവിടുത്തെ മകസിൽ അത് എഴുതിയിട്ടുണ്ടെന്ന്. അത് നല്ലൊരു ഡിഫൻസാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക്. അയാളാണ് ഇത് വെട്ടിച്ചതെങ്കിലും അയാൾക്ക് നല്ലൊരു രക്ഷപ്പെടാനുള്ള നല്ലൊരു ഡിഫൻസാണ്. മകസർ എഴുതിയിട്ടുണ്ട്. മകസറിനകത്ത് പല ഭാഗത്തും റിപ്പീറ്റ് ചെയ്ത് അത് ചെമ്പാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് ഒരു ഡിഫൻസാണ്. എന്തിനാണ് അങ്ങനെ എഴുതി വെക്കുന്നത്? ഒരു പ്രാവശ്യത്ത് പറഞ്ഞാൽ പോരെ. പക്ഷേ അങ്ങനെ എഴുതി വെച്ചിട്ടാണ് കൊണ്ടുപോയിരിക്കുന്നതിനാണ് അങ്ങേരുടെ ഡിഫൻസ്. അത് ഞാൻ ആ വിജിലൻസ് മുമ്പിൽ പറഞ്ഞോളാം, കോടതിയിലും പറഞ്ഞോളാം, എവിടെ വേണേലും പറയാം, എത്ര പ്രാവശ്യം. കാരണം ഞാൻ കൊണ്ടുപോയത് ചെമ്പാണ്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഡിഫൻസാണ്. പക്ഷേ ഈ ചെമ്പുപാളി എന്ന് പറഞ്ഞ സാധനം അയാൾ കൊണ്ടുപോയെങ്കിലും അത് ഇയാളുടെ ഒരു സുഹൃത്ത് മുഖേന അത് മൂവാറ്റുപുഴയ്ക്കടുത്തുള്ള ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നു. അവിടെ ഇത് വെച്ച് പൂജിക്കുകയും ചെയ്തു. അത് ഒരു സുഹൃത്തിൻ്റെ വീടാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്താണ്. ഇയാളുമായിട്ടുള്ള അടുപ്പം കൊണ്ടാണ് അവിടെ പോയത്. അയാൾ ബാംഗ്ലൂരിലെ വ്യവസായിയാണ്. അയാൾ 2017 അവിടെ ശബരിമലയിൽ 35 ലക്ഷം രൂപയുടെ 2 മണികൾക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ആ 35 ലക്ഷം രൂപയ്ക്ക് 2017 മണി ശബരിമലയിൽ കെട്ടിത്തൂക്കാൻ വേണ്ടിയിട്ട് 2 മണിക്കുള്ള പൈസയാണ് 35 ലക്ഷം. രാജീവൻ എന്ന് പറഞ്ഞ ഒരാൾ ബാംഗ്ലൂരിലെ ഒരു വ്യവസായി, അയാളാണത് കൊടുത്തത്. അയാളുടെ വീട്ടിൽ അവിടെ പൂജ നടത്തി, ഈ വാതിൽ അവിടെ കൊണ്ടുപോയി പൂജ നടത്തിയതായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുന്നുണ്ട്. 30 ലക്ഷം രൂപ വാങ്ങിച്ചുകൊണ്ട് പോയി. അവരുടെ ഭർത്താവ് കോവിഡ് കാലഘട്ടത്തിൽ അദ്ദേഹം മരണപ്പെട്ടു പോവുകയും ചെയ്തു. അങ്ങനെ ബാംഗ്ലൂരിലെ വ്യവസായിയായ വാഴക്കുളം സ്വദേശി പിരളിമറ്റം സ്വദേശിയായ അജികുമാറിൽ നിന്നാണ് 35 ലക്ഷം രൂപ കൈപ്പറ്റിയെന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ സുമംഗലയാണ് പറയുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ വന്ന് വാതിൽ കൊണ്ട് വെച്ചു, അവിടെ പൂജ നടത്തി, ഒരു വിശ്വാസ്യത ഉണ്ടാക്കിയ ശേഷമാണ് 35 ലക്ഷം രൂപ ആ ശബരിമലയിലെ മണി വാങ്ങിയ. മണി അവിടെ കെട്ടിത്തൂക്കിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല, വാങ്ങിച്ചോ ഇല്ലയോ എന്നും അറിയത്തില്ല. 35 ലക്ഷം രൂപ അടിച്ചുകൊണ്ട് പോയി അവിടുന്ന്. ഏതായാലും ആരാണ് ഈ സ്വർണത്തിൻ്റെ പാളികളും സ്വർണം പൂശിയതും ആ വാതിലെല്ലാം കൊണ്ടുപോയി വീണ്ടും പൂശിക്കൊണ്ട് വന്നതിൻ്റെയൊക്കെ ആരാണ് ഇതിൻ്റെ ചുക്കാൻ പിടിച്ചത്? ശബരിമലയിലെ ഏത് ഉദ്യോഗസ്ഥനാണ് ഇതിന് അനുമതി കൊടുത്തത്? ഇത് എത്ര പേർക്കറിയാം ഇങ്ങനെ കൊണ്ടുപോകുന്നതിന്? ശബരിമലയിൽ നിന്ന് ഒരു സാധനവും വെളിയിൽ കൊണ്ടുപോകാൻ പറ്റില്ല. വിജയമല്യ 42.5 കിലോ അല്ലെങ്കിൽ 43 കിലോ അടുത്ത് അവിടെ സ്വർണം പൂശിയപ്പോഴും അവിടെ സ്വർണം പൊതിഞ്ഞപ്പോഴും അവിടെ തന്നെ ആയിരുന്നാണ് പണിതത്. പിന്നെ എന്തിനാണ് ഈ സാധനമെല്ലാം വെളിയിലോട്ട് പോകുന്നത്? ശബരിമല അയ്യപ്പൻ്റെ ആ പുണ്യ സ്ഥലത്തു നിന്ന് ഇതെല്ലാം വെളിയിൽ കൊണ്ടുപോകാൻ അതിൻ്റെ പുണ്യം തീർച്ചയായിട്ടും നഷ്ടപ്പെടും എന്നാണ് ഭൂരിപക്ഷം ആൾക്കാരും വിശ്വസിക്കുന്നത്. അയ്യപ്പനെ കാണുന്നതും അങ്ങനെ തന്നെ. അവിടെ തൊഴാൻ പോകുന്നവരും ആ അയ്യപ്പൻ്റെ അവിടുത്തെ ശബരിമല ക്ഷേത്രത്തിൽ ഏതെങ്കിലും ഒരു ചെറിയ കമ്പും എല്ലാം കണ്ടാലും അവിടെ വന്ദിക്കുന്നവരാണ്. അത്ര ഭക്തിയുള്ളവരാണ് ആ ശബരിമലയിൽ പോകുന്നവർ. അപ്പോൾ അവിടെ നിന്നാണ് ഈ തട്ടിപ്പ് നടത്തിയെങ്കിൽ യവന്മാരെ ആരെയും വിടാൻ പാടില്ല. അതുകൊണ്ട് ഇതുവരെ വന്നിരിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അത് വിജിലൻസിൻ്റെ ഒരു വിങ്ങാണ് അവിടെ ശബരിമല. അവർക്കൊരു കേസെടുക്കാൻ അധികാരമില്ല. അതുകൊണ്ട് അവരുടെ അന്വേഷണം നിർത്തിയിട്ട് അടിയന്തരമായിട്ട് ക്രൈം ബ്രാഞ്ചിലേക്ക് കേസ് ഇത് ഒരു ശബരിമലയിലെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റോ അവിടുത്തെ ഭാരവാഹിയോ അവിടെ വിജിലൻസ് ഓഫീസറോ ലോക്കൽ പോലീസ് സ്റ്റേഷനിലെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യണം അടിയന്തരമായിട്ട്. അതിനുശേഷം ആ കേസ് ക്രൈം ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം.
നിയമപരമായിട്ട് തന്നെ കാര്യങ്ങൾ നീങ്ങട്ടെ. ശബരിമലയിലെ സാധനം അടിച്ചു മാറ്റിയിട്ട് ഗോൾഡ് അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് മോഷണമാണ്, അല്ലെങ്കിൽ ചീറ്റിംഗ് ആണ്, അല്ലെങ്കിൽ മിസ്അപ്രോപ്രിയേഷൻ ആണ്, ഇതെന്തോ ആട്ടെ. അപ്പോൾ അവിടുത്തെ ജീവനക്കാരും കൂടെ ചേർന്നാണ് ആ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ അവിടുന്ന് ഒരു സാധനം കൊണ്ടുപോകാൻ സെക്യൂരിറ്റി ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ ബിസിനസ് ഓഫീസറുണ്ട്. അവിടുന്ന് അങ്ങനെ എന്ത് സാധനം കൊണ്ടുപോകാൻ അവരുടെ അനുമതി ഇല്ലാതെ കൊണ്ടുപോകാനൊക്കില്ല. അപ്പം കള്ളം കപ്പലിൽ തന്നെ ഉണ്ട് എന്ന് കൃത്യമാണ്. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ കേസ് ലോക്കൽ പോലീസിൽ കൊടുത്ത് രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് അത് ക്രൈം ബ്രാഞ്ചിലേക്ക് മാറ്റുകയും ചെയ്യണം. അതിനുശേഷം നമുക്ക് CBI പറ്റിയൊക്കെ അന്വേഷിക്കാം, അത് പിന്നീട്. പക്ഷേ ശബരിമലയിലെ ആ പുണ്യസ്ഥലത്തെ അവിടുന്ന് അടിച്ചു മാറ്റിയ സ്വർണത്തിൻ്റെ അളവ് എത്ര, അതിൻ്റെ മാറ്റെത്ര, അത് എത്ര പ്രാവശ്യം മാറ്റിയിരിക്കുന്നു, ഏതൊക്കെ ഭാഗത്താണ് അവിടെ സ്വർണം പൂശിയത് അല്ലെങ്കിൽ സ്വർണം പൊതിഞ്ഞത്, ഇങ്ങനെയൊക്കെ വ്യക്തത വരണം. അങ്ങനെ വ്യക്തത വരുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവിടുത്തെ വിജിലൻസ് ഓഫീസറോ അല്ലെങ്കിൽ അവിടുത്തെ ദേവസ്വം കമ്മീഷണറോ അടിയന്തരമായിട്ട് അതിൻ്റെ ശബരിമല വരുന്ന പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുത്ത് കേസ് രജിസ്റ്റർ ചെയ്ത് അത് ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രാരംഭ അന്വേഷണം കഴിഞ്ഞാൽ ഉടൻ അത് ക്രൈം ബ്രാഞ്ചിലേക്ക് മാറ്റണം. കാരണം ഇത് വർഷക്കണക്കിന് നീളാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അന്വേഷണം എങ്ങ് എത്താനുള്ള സാധ്യത, അതാണ് ഞാൻ പരിശോധിക്കുന്നത്. ഇത് വളരെയധികം നാളുകളെടുക്കും. ഓരോരോ കർമ്മങ്ങൾ ഇവർ ചെയ്തിരിക്കുന്ന ഓരോ പൂജകൾ, അതിനുള്ള ചിലവുകൾ. ഇപ്പം നമുക്ക് ചില കാര്യങ്ങളിൽ മനസ്സിലാകാതെ കിടക്കുന്നത് അത് വളരെ ഡീപ്പായിട്ട് അന്വേഷിക്കേണ്ടി വരും. അയ്യപ്പ സംഗമത്തിന് എന്തിനാണ് ശബരിമല അയ്യപ്പൻ്റെ ഭക്തി? നമ്മളെല്ലാവരും അവിടെ പോകുന്നവരാണ്, അവിടെ പൂജിക്കുന്നവരാണ്. ആ ഭക്തിയുടെ നിറവിൽ ദക്ഷിണേന്ത്യയിലെ ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്നവരാണ്, അവർ കാണിക്ക ഇടുന്നവരാണ്, അവരെന്തും ശബരിമല അയ്യപ്പന് കൊടുക്കാൻ തയ്യാറായിട്ട് വരുന്നവരാണ്. അവിടെ എന്തിനാണ് ഒരു അയ്യപ്പ സംഗമം നടത്തേണ്ട ഒരു ആവശ്യം? ആൾ കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. സർക്കാർ അത് ചെയ്യാൻ പാടില്ലായിരുന്നു. 3 കോടി ചെലവിലാണ് ആ ഇവൻറ്റ് മാനേജ്മെൻറ്റ് സ്ഥാപനമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചറൽ ആൻഡ് കൺസ്ട്രക്ഷൻ ട്രാവൻകൂർ, അവർക്ക് ട്രാവൻകൂർ ദേവസ്വം ബോർഡ് അയ്യപ്പ സംഗമത്തിന് വേണ്ടി 3 കോടി രൂപ അവരുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തത്. ശബരിമല അയ്യപ്പന് ആളെ കൂട്ടേണ്ട ഒരു ആവശ്യമില്ല, ആളെ ലോകം മുഴുവൻ പ്രചരണം കൊടുക്കേണ്ട ആവശ്യമില്ല. അത് വന്നോളും. എല്ലാ വർഷവും അവിടുത്തെ അയ്യപ്പന്മാരുടെ ആ സംഖ്യ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വർഷങ്ങളിലും ലക്ഷക്കണക്കിന് ആൾക്കാർ അധികം വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അതിനൊരു പബ്ലിസിറ്റിക്ക് ആവശ്യമില്ല. അവിടെ നടവരവ് അല്ലെങ്കിൽ ആ ശബരിമല ക്ഷേത്രത്തിലെ വരവ് എല്ലാ വർഷവും കൂടി വന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഒരു അയ്യപ്പ സംഗമത്തിൻ്റെ ആവശ്യം അവിടെ ഇല്ലായിരുന്നു. കാരണം ജനങ്ങൾ വന്നോളും, ഭക്തജനങ്ങൾ വന്നോളും, അയ്യപ്പനെ വണങ്ങിക്കോളും, അവർക്ക് ജീവിതത്തിൽ കിട്ടിയതെല്ലാം സമർപ്പിച്ചിട്ട് അവർ പോകുകയും ചെയ്യും. അതുകൊണ്ട് അയ്യപ്പ സംഗമത്തിന് ഒരു പ്രാധാന്യമില്ലായിരുന്നു. അതിനുവേണ്ടി 3 കോടി രൂപ ചിലവാക്കേണ്ട ആവശ്യമില്ല. കേരളത്തിലെ എല്ലാ അമ്പലങ്ങളിലെയും ജീവനക്കാർക്ക് അവർ കഴകം മുതലുള്ള അടിച്ചുതളിക്കാരൻ മുതൽ കഴകം വരെയുള്ള ആൾക്കാരുണ്ട്. അവർക്ക് നാമമാത്രമായ ശമ്പളങ്ങളാണ് കൊടുക്കുന്നത്. എല്ലാവരും വളരെ ദാരിദ്ര്യത്തിൽ കഴിയുന്നവരാണ്. ദേവസ്വത്തിൻ്റെ വരുമാനത്തിൽ നിന്ന് തീർച്ചയായിട്ടും എല്ലാവർക്കും മിനിമമായ കൂലികളും മിനിമമായ ശമ്പളങ്ങളും കൊടുത്ത് വേണം അവരെ മുന്നോട്ട് അമ്പലങ്ങൾ മുഴുവൻ നമുക്ക് സംരക്ഷിക്കണം. അത് നമുക്ക് പൈതൃകമായിട്ട് വന്നു. 1250 അമ്പലമുണ്ട് ട്രാവൻകൂർ ദേവസ്വം ബോർഡിൽ. അതുപോലെ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുണ്ട്. അതുപോലെ തൃശ്ശൂർ വരുന്ന ദേവസ്വം ബോർഡിന് കീഴിലുണ്ട്. അപ്പോൾ അങ്ങനെ അവിടങ്ങളിലുള്ള എല്ലാവർക്കും പൊതുവായ ഒരു ശമ്പള പരിഷ്കരണം നടത്തണം. അതുങ്ങൾക്ക് എല്ലാവർക്കും ശമ്പളം കിട്ടണം, അമ്പലത്തിലെ വരുമാനം അങ്ങനെ ഉപയോഗിക്കണം. ഗവൺമെൻറ് ആ പണം തൊടാൻ പാടില്ല എന്നാണ് വ്യവസ്ഥ. അത് തൊടുന്നില്ല എന്നാണ് തോന്നുന്ന, അറിയില്ല. എങ്കിലും അവിടെ ഭക്തിയുള്ള ഒരു രാഷ്ട്രീയക്കാരനെ അവിടുത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ട് തീർച്ചയായിട്ടും പോസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. നിരീശ്വരവാദികളെ ഒരിക്കലും ദേവസ്വം ബോർഡിൻ്റെ അല്ലെ രാഷ്ട്രീയ പാർട്ടിയിൽ ഉള്ള ആൾക്കാരെ ദേവസ്വം ബോർഡിലെ അവിടെ പ്രസിഡന്റ് സ്ഥാനത്ത് കൊണ്ടിരുത്തുന്നത് നല്ലതാണോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ദൈവവിശ്വാസമുള്ളവർ മാത്രം അവിടെ വരട്ടെ, എങ്കിൽ മാത്രമേ കാര്യങ്ങൾ ഭംഗിയായിട്ട് പോവുള്ളൂ. ദൈവവിശ്വാസം ഇല്ലാത്തൊരു ദേവസ്വം ബോർഡിൻ്റെ ഫ്രണ്ടിൽ വന്നാൽ പണം അടിച്ചു മാറ്റാനൊക്കെ അവർക്ക് തോന്നും. കാരണം അവർക്ക് തീർച്ചയായിട്ടും അതൊരു പാപമല്ല എന്ന് കരുതുന്നവരാണ്. അതുകൊണ്ട് ഈശ്വരവിശ്വാസിയായ ഒരാളെ, അയ്യപ്പനെ തൊഴുന്ന ഒരാളെ വേണം ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാക്കാൻ. എല്ലാ അമ്പലങ്ങളിലും പോയി ഭക്തിപൂർവ്വം അമ്പലത്തിലെ ആ ചടങ്ങുകൾ പങ്കെടുക്കുകയും അവിടുത്തെ വന്ദിക്കുകയും ദൈവവിശ്വാസമുള്ള ഒരാളെ തന്നെ നമുക്ക് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാക്കണം. അങ്ങനെ വേണം മുന്നോട്ട് പോകാനുള്ളത്. അതൊരു
ഒരു ദേവസ്വം ബോർഡ് മന്ത്രിയുടെ കീഴിൽ കൊണ്ടിരുന്നല്ല. ഹൈക്കോടതി മോണിറ്റർ ചെയ്തോട്ടെ, ഒരു IAS അവിടെ വെച്ചോളൂ. കാരണം ഒരു IAS അഡ്മിനിസ്ട്രേറ്ററായിട്ട് വന്നാൽ അതിൻ്റെതായ ഗുണങ്ങളുണ്ടാവും. ഹൈക്കോടതിയുടെ കൃത്യമായ നിരീക്ഷണം അവിടെ ഉണ്ട്. അതുകൊണ്ട് ഇത് അവരാരും അറിയാതെ ഇത്ര ഗോപ്യമായ രീതിയിൽ ഒരു തട്ടിപ്പ് നടത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് പരിച്ഛേദം അത് നിർത്തണം. അതിന് ഒരു സീനിയർ IAS ഉദ്യോഗസ്ഥൻ തീർച്ചയായിട്ടും അവിടെ വരണം. ഒരു പോലീസ് ഓഫീസർ, ഒരു സീനിയർ ADGP റാങ്കിലുള്ള ഒരാളും ശബരിമലയിൽ അവിടുത്തെ സെക്യൂരിറ്റി കാര്യങ്ങൾ നോക്കാനും വേണം. അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ നിലവാരത്തിൽ IASകാരും വേണം. അങ്ങനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഓർണമെൻ്റൽ പോസ്റ്റായിട്ട് ആരെങ്കിലും വെച്ചോളൂ. പക്ഷേ അത് നല്ലതല്ല. ഈശ്വരവിശ്വാസിയായ ഒരാളെ തന്നെ അവിടെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ദേവസ്വം ബോർഡ് മെമ്പേഴ്സും ആക്കി വെക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മറ്റൊരു കാര്യം, പൊതുവായി ഈ കേസ് അന്വേഷിക്കുന്ന വിജിലൻസ് ആയാലും ശരി, അത് ക്രൈം ബ്രാഞ്ച് ആയാലും ലോക്കൽ പോലീസ് ആയാലും ശരി, 1998 മുതൽ ശബരിമല, അതിന് മുമ്പത്തെ കണക്കിലൊന്നും കാണത്തില്ല അവിടെ, അതിനുശേഷമുള്ള അവിടുത്തെ രജിസ്റ്ററുകൾ മുഴുവൻ പരിശോധിച്ചിട്ട് അവിടെയുള്ള സ്ഥാവര ജംഗമ വസ്തുക്കളുടെ ലിസ്റ്റ് എടുക്കണം. മറ്റൊന്ന്, അവിടെ ഇതുവരെ വന്നു ചേർന്നിരിക്കുന്ന ഡയമണ്ട്, സിൽവർ, ഗോൾഡ്, ഇതൊക്കെ എവിടെ പോയി, എങ്ങനെ ചെലവഴിച്ചു, എങ്ങനെ വിറ്റഴിച്ചു, അല്ലെങ്കിൽ അവിടെ സ്റ്റോറിലുണ്ടോ, സ്ട്രോങ് റൂമിലുണ്ടോ, ഇങ്ങനെയുള്ള കാര്യം അടിയന്തരമായിട്ട് പരിശോധിക്കാൻ ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജിയുടെ അദ്ദേഹത്തിനെ ഒരാളെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ ശബരിമലയിലുള്ള മുഴുവൻ സ്വത്തുക്കളും, സ്വർണം പൂശിയതുൾപ്പെടെ എല്ലാ സ്വത്തുക്കളെപ്പറ്റി ആധികാരികമായ രേഖ ഇനിയെങ്കിലും ഉണ്ടാക്കാൻ ഗവൺമെൻറ് ശ്രമിക്കണം.